അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്നറിയോ, ഞങ്ങൾ നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഞാൻ 2 ആഴ്ചയായി വന്നിട്ട് അപ്പോൾ പുറത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ നല്ല ചൂടാണ്, അത് കാരണം കൊണ്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ 2 വർഷം മുന്നേ ഒരു ചാമ്പ മരം വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് പോയി നോക്കും, 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെ 2 എണ്ണം 3 എണ്ണമൊക്കെ ആയിട്ട്. പക്ഷെ ഇന്ന് ഞാൻ പോയി നോക്കുമ്പോഴേ അത് കണ്ടപ്പം എനിക്കത് വല്ലാത്തൊരു സന്തോഷം. അപ്പോൾ നിങ്ങളെ കാണിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഞാനൊന്നും കൂടെ പോയി നോക്കിയതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മളെ ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട്. ഈ ചാമ്പൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തോ അന്ന് തൈ വാങ്ങുമ്പോൾ പറഞ്ഞിട്ടാ ആപ്പിൾ ചാമ്പ. പക്ഷെ ആപ്പിളിൻ്റെ പോലെയല്ല, അത് നല്ല നീളമായിട്ട് വരുന്നുണ്ട്, നമ്മളെ കശ്മാവ് പോലെ വരുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ചെറുതിൽ ഇങ്ങനെ ഉണ്ട്, നല്ല വലുതാവും, നല്ല മധുരമായിരുന്നു. അപ്പോൾ ഞാനിത് ഇത്രയും കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, ഈ ചാമ്പൻ്റെ. അപ്പോൾ അറിയണവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൊന്ന് പറഞ്ഞു തരണം. അതേപോലെ തന്നെ ഇതിൻ്റെ വളപ്രയോഗങ്ങളും അറിയില്ല. ഞാൻ വെള്ളം ഒഴിക്കും, അതേപോലെ നമ്മളെ അടുക്കള വേസ്റ്റ്, അതേപോലെ മീൻ്റെത്, വെണ്ണൂറ്, ഇതൊക്കെയാണ് ഞാൻ ഇട്ട് കൊടുക്കൽ. അപ്പോൾ ഇവിടെ ഇല്ലാത്ത കാരണം കൊണ്ട് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മളിവിടെ വെള്ളത്തിനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് ചെയ്ത്, ഇപ്പം ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഇത്രയും ഉണ്ടാക്കി ഒന്ന് ഇട്ട് കൊടുക്കാതെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഉണ്ടാവും. പിന്നെ ചാമ്പക്കൻ്റെ വലിപ്പം കണ്ട എനിക്കത് കണ്ടപ്പോൾ ഉള്ള സന്തോഷമില്ലേ പറയാൻ പറ്റില്ല, അത്ര അധികം എനിക്ക് സന്തോഷമായി. അപ്പം നമ്മളെ വീട്ടിൽ ഒരു തരി സ്ഥലം ഉണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെച്ച് നോക്കിയാൽ നമുക്ക് ഉണ്ടാകുമ്പോൾ സന്തോഷമാണ്. അത് കഴിക്കാനല്ല, നമുക്ക് ഉണ്ടായിട്ട് കാണാൻ സന്തോഷമല്ലേ. അൽഹംദുലില്ലാഹ്, ഞാൻ ഒരുപാട് എനിക്കിഷ്ടമായി. അപ്പോൾ മോള് പറയുന്നുണ്ടായിരുന്നു അതിൽ റെഡ് കളറുള്ള ഒരെണ്ണം പൊട്ടിച്ച് നോക്കാൻ. ഞാൻ എന്ത് ചെയ്തു, അതിൽ കളറുള്ള ഒരെണ്ണം ഞാൻ പൊട്ടിച്ചിട്ട് മോളെ കയ്യിൽ കൊടുത്തു. ഞാൻ പറഞ്ഞ് കഴിച്ച് നോക്കുന്നത്. അപ്പോൾ അവൾ കഴിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഉമ്മ നല്ല മധുരം ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന്. നമ്മളെ ഫ്രൂട്ട്സ് എന്ത് പച്ചക്കറി ആണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയത് നമുക്ക് കാണുമ്പോഴും അൽഹംദുലില്ലാഹ് നമുക്ക് സന്തോഷമല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടാലും എനിക്ക് പൂതി കെടൂല, അത്ര സന്തോഷമായിരിക്കണം. ഇനിയും കുറച്ച് വീഡിയോസുകളുണ്ട് മരത്തിൻ്റെതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടാം. അതേപോലെ തന്നെ ഞാൻ വരുന്ന മുന്നേ ഗൾഫിൽ നിന്ന് എടുത്ത വീഡിയോസുകളുണ്ട്. എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ്. അവിടുത്തെ ന്യൂ ഇയറിൻ്റെ ഒക്കെ വെച്ചിട്ടുള്ളത്, അതൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇത് ചാമ്പമരം കണ്ടിങ്ങനെ ഇരിക്കുക, കായൊക്കെ നിറഞ്ഞു നിൽക്കണ കണ്ടിട്ടേ വല്ലാത്തൊരു സന്തോഷമാണ്. എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. നിങ്ങൾ വളത്തിൻ്റെ കാര്യങ്ങളും എന്നോട് പറയണം, മറക്കരുതേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് വീഡിയോ ഉള്ളൂ. അപ്പോൾ കുറച്ച് വീഡിയോ ഞാനത് കായ ഇങ്ങനെ പൊട്ടി അടിയിലുണ്ട്, കുറച്ചെണ്ണം അങ്ങനെ കേടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പൊട്ടിച്ച് നോക്കി. ഇനി എന്താണെന്നറിയോ, ഇവിടുത്തെ പന്നീൻ്റെ സുമ്മുണ്ട്. അപ്പോൾ ഈ പന്നി വന്നു കഴിഞ്ഞാൽ ചാമ്പക്കല്ല ഓരോ കുന്ത്രാണും കിട്ടൂല. അപ്പോൾ ഇനി എന്നും ഇത് പോയി നോക്കിയിട്ട് വേണം പറിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ചാമ്പക്ക, മരത്തുമ്മള്ള ചാമ്പക്ക? അൽഹംദുലില്ലാഹ്, ഒരുപാട് അല്ലാഹുവിനോട് നന്ദി പറയണം. ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ കട്ടായിട്ട് പോകുന്നുണ്ട്, അപ്പോൾ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. എന്തോ ഫോണ് ചെറിയൊരു ഹാങ്ങായി വരുന്നുണ്ട്, അത് കാരണം കൊണ്ടാണ്. അപ്പോൾ എൻ്റെ ചാമ്പയ്ക്ക് നിങ്ങൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ, ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ഞാൻ വീഡിയോസുകൾ ഇടാം, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഞാൻ ഈ വീഡിയോ ഇത് കണ്ടിട്ട് എനിക്ക് പൂതി തീരല്ല, വീണ്ടും അതന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.